മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 57-ാമത്തെ ദശകത്തിൽ 4, 5, 6 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 4-ാമത്തെ ശ്ലോകം. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഃ. ഒരു ദിവസം ഇവരൊക്കെ കൂടിയിട്ട് ബലരാമനും കൃഷ്ണനും ബാക്കിയുള്ളതായിട്ടുള്ള കുട്ടികളും എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് കാട്ടിലേക്ക് പോയിട്ട് കാട്ടിൻ്റെ ഭംഗി, കാനന ഭംഗി ബലഭദ്രന് കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ നടന്നു. വേറെ കുട്ടികളോട് കൂടിയിട്ട് എല്ലാവരും പശുക്കളെ മേയ്ക്കാനുള്ളതായിട്ടുള്ള വടി എല്ലാവരുടെയും കയ്യിലുണ്ട്. പാണ്ഡീരം എന്ന് പറഞ്ഞിട്ട് ആ വടി എല്ലാവരുടെയും കയ്യിലുണ്ട്. പാണ്ഡീരകം എന്നുള്ള വടവൃക്ഷം, ഒരു വലിയ പേരാല്, അതിൻ്റെ അടുത്ത് എത്തി എന്നാണ്. പാണ്ഡീരകം എന്നുള്ളതായിട്ടുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ഭഗവാനെ കൊല്ലാനായിട്ട് ഈ പ്രലംബൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ അവിടെ എത്തി എന്നാണ് പറഞ്ഞത്. ഇനി അതിനുശേഷം ഈ പ്രലംബൻ അസുരൻ എങ്ങനെയായിട്ടാണ് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗോപകുമാരൻ്റെ വേഷത്തിലാണ്. ഗോപന്മാരാണല്ലോ ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ളത്. അപ്പോൾ അതിലുള്ളതായിട്ടുള്ള ഒരുവൻ എന്നുള്ള മട്ടിൽ, ഒരു ഗോപകുമാരനാണ് എന്നുള്ള മട്ടിലാണ് ഭഗവാനെ കൊല്ലാനായിട്ട്. എളുപ്പമുണ്ടല്ലോ, ആരും തിരിച്ചറിയില്ല. അനവധി കുട്ടികളുണ്ടൊപ്പം. അപ്പോൾ അതിലൊരാൾ എന്നെ വിചാരിക്കുള്ളൂ, എല്ലാവരും അറിയില്ല, തിരിച്ചറിയില്ല എന്നുള്ള നിലയിൽ ഒരു ഗോപബാലൻ്റെ വേഷത്തിലാണ് ഈ പ്രലംബൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ അവിടെ എത്തിയത്, അവരുടെ കൂട്ടത്തിൽ കൂടി എന്നാണ്. അപ്പം എന്നിട്ട് പറയാണ്, ജാനൻ അഭി. ഭഗവാന് മനസ്സിലായി, ഉണ്ണികൃഷ്ണന് ഇത് മനസ്സിലായി, ഇത് തൻ്റെ കൂട്ടുകാരനൊന്നുമല്ല, തന്നെ കൊല്ലാനായിട്ടുള്ള വന്നിട്ടുള്ള അസുരനാണ് എന്നുള്ളത് ഭഗവാന് മനസ്സിലായി. ജാനൻ അഭി, അറിയുന്നവനായിട്ടും, അത് അറിഞ്ഞുകൊണ്ടും അറിയുന്നവനാണ് എങ്കിലും, അവിജാനൻ ഇവ, അറിയാതെ എന്നതുപോലെ, അറിഞ്ഞിട്ടാണെങ്കിലും അറിഞ്ഞില്ല എന്ന് നടിച്ചു എന്ന് സാരം. അവിജാനൻ ഇവ, അറിയാതെ എന്നതുപോലെ. പ്രലംബൻ്റെ സൂത്രമാണ് ഇത്, അസുരൻ്റെ സൂത്രമാണ് എന്നുള്ളതൊന്നും തനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള മട്ടിൽ തേന സമം നിബദ്ധ സൗഹാർദ്ദ, അയാളോട് കൂട്ടത്തിൽ കൂടി കൂട്ടുകാരനാക്കി. ഇത് കൂട്ടുകാരനാണെന്ന് തോന്നിക്കണല്ലോ, എന്നാലല്ലേ അയാളുടെ എന്താ പ്രവൃത്തി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തനിക്കൊരു സംശയമില്ലാത്ത മട്ടിലാണ് തേന സമം, അവനോടുകൂടി ആ പ്രലംബൻ ആയിട്ട് ഗോപാലകനായിട്ട് വന്ന, ഗോപകുമാരനായിട്ട് വന്ന പ്രലംബനോടൊപ്പം സൗഹാർദ്ദം കൂടി സ്നേഹം നടിച്ചു എന്നാണ്. പ്രലംബ തേന സമം നിബദ്ധ സൗഹാർദ്ദ, സൗഹാർദ്ദത്തെ ഉണ്ടാക്കി, കൂട്ടുകാരനാക്കി. എന്നിട്ട് അതിനുശേഷം വടനികടയെ, ആ ആൽമരത്തിൻ്റെ സമീപത്തായി, നികടയെ സമീപത്തായിട്ട്, വടനികടയെ വടവൃക്ഷത്തിൻ്റെ സമീപത്തായിട്ട് പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഃ, ദ്വന്ദ്വയുദ്ധം ആരബ്ധാഃ, ദ്വന്ദ്വയുദ്ധം ആരബ്ധാഃ തുടങ്ങി. ഒരു ദ്വന്ദ്വയുദ്ധ കളി ആയിട്ട്, അങ്ങനെയുള്ളതായിട്ടുള്ള ദ്വന്ദ്വയുദ്ധമായിട്ടുള്ള കളി ആണ് അന്നത്തെ കളി നിശ്ചയിച്ചത്. ദ്വന്ദ്വയുദ്ധം ആരബ്ധാഃ, ദ്വന്ദ്വയുദ്ധത്തെ ആരബ്ധാഃ, ആരംഭിച്ചു. അങ്ങ് ദ്വന്ദ്വയുദ്ധം കളിക്കാനായിട്ട് എന്നുള്ളതായിട്ടുള്ള കളി തുടങ്ങി എന്നാണ്. എങ്ങനെയാണ്? പടുപശുപവ്യാബദ്ധം, പടുപശുവന്മാർ, അതായത് പശുവന്മാർ, നല്ല ശക്തന്മാരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ കൂട്ടത്തിൽ. എല്ലാവരും ഒരുപോലെ ശക്തി ഉണ്ടാവില്ല, എന്നാലും അതിൽ മിടുക്കന്മാരായിട്ടുള്ള ചില കുട്ടികളൊക്കെ ഉണ്ട്. പടുക്കളായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പശുവന്മാർ, ബാലകന്മാർ, ഗോപാലബാലന്മാർ, അവരെ വ്യാബദ്ധമായിട്ടുള്ള, അവരെ 2 ചേരിയായിട്ട് തിരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങി എന്നാണ്. 2 ചേരികളായിട്ട് നിന്നു. ആ മിടുക്കന്മാരായിട്ടുള്ള പശുവന്മാരെ, കുട്ടികളെ ഒക്കെ 2 ചേരിയാക്കി, 2 സൈഡ് ആക്കിയിട്ട് നിർത്തി എന്നാണ്. എന്നിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. വടനികടയെ പടുപശുപവ്യാബദ്ധം, പടുക്കളായിട്ടുള്ള, അല്ലാണ്ട് മിടുക്കന്മാർ ശക്തിയില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അപകടം പറ്റിയ വിഷമല്ലേ, അതില്ല. അപ്പം അവരെയൊന്നും കളിക്കാൻ കൂട്ടിയില്ല.
മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ മാത്രം കൂട്ടിയിട്ട് അവരെ അവരെ വിശേഷേണ ബദ്ധമായിട്ട് അബദ്ധമായിട്ട്, അതായത് രണ്ട് തരത്തിൽ ആക്കി തിരിച്ച് ദ്വന്ദ്വയുദ്ധമാരബ്ധ, ദ്വന്ദ്വയുദ്ധം തുടങ്ങി എന്നാണ്. ഓരോരുത്തരും ഓരോരുത്തരോട് യുദ്ധം ചെയ്യുക, അങ്ങനെയുള്ളൂ. ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ രണ്ട് പക്ഷമാണ്. അതിൽ ഒരു പക്ഷത്തിലൊരാൾ മറ്റേ പക്ഷത്തിൽ വേറൊരാളായിട്ട് യുദ്ധം ചെയ്യുക. അങ്ങനെയുള്ളതായിട്ടുള്ള യുദ്ധം തുടങ്ങി, കളി ആയിട്ടുള്ള യുദ്ധം തുടങ്ങി എന്നാണ്. ഇനി അത് ആ വ്യാബദ്ധം എന്നുള്ളതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ് എന്ന് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യ, ഗോപന്മാരെ വിഭജിച്ചു. ആ വന്നിട്ടുള്ളതായിട്ടോ കൂട്ടത്തിലുള്ളതായിട്ടുള്ള ആ പടുക്കളായിട്ടുള്ള ഗോപന്മാരെ വിഭജിച്ചു. ഗോപാൻ വിഭജ്യ, വിഭജിച്ചിട്ട് തന്വൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്തത്? സംഘം ബലഭദ്രകം ഭവത്കമപി, ബലഭദ്രകം സംഘം, ബലഭദ്രൻ്റേതായിട്ടുള്ള ഒരു സംഘം, ഭവത്കമപി ഭവാൻ്റേതായിട്ടുള്ള ഒരു സംഘം. ഒരു സംഘത്തിലെ തലവൻ ബലഭദ്രൻ, മറ്റേ സംഘത്തിലെ തലവൻ ഭഗവാൻ. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ളതായിട്ടുള്ള രണ്ട് പക്ഷം ഉണ്ടാക്കി എന്നാണ്. ഗോപാൻ വിഭജ്യ, വിഭജിച്ചിട്ട് തന്വൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, എന്ത്? ബലഭദ്രകം സംഘം, ബലഭദ്രൻ്റേതായിട്ടുള്ളൊരു സമൂഹം, ഭവത്കം സംഘം, സംഘം അവിടേക്കും കൂടി എടുക്കണം, ഭവത്കം അഭി അങ്ങയുടേതും അങ്ങയുടെ സംഘം, അങ്ങനെ രണ്ട് സംഘമാക്കി ചേരി തിരിച്ച് ഉണ്ടാക്കിയിട്ട് ത്വൽബല. അപ്പോൾ അതിൽ ഈ ദൈത്യനെ എന്തു ചെയ്തു? ഈ അസുരനെ എന്തു ചെയ്തു? അസുരന് കുറച്ച് പേടിയുണ്ട്. അതായത് ഭഗവാന്റെ എതിരായിട്ട് യുദ്ധം ചെയ്യാൻ കുറച്ച് ഭയമുണ്ട്. ആരൊക്കെ? ഈ അസുരന്, പ്രലംബാസുരന് എന്ന് തോന്നിയപ്പോൾ ത്വദ്ബലഭീരും, അങ്ങയുടെ ബലത്തെക്കുറിച്ച് ഭീരുവായിരുന്ന ഈ അസുരനെ, പ്രലംബാസുരനെ, ത്വദ്ബലഭീരും അങ്ങയുടെ ബലത്തെക്കുറിച്ച് ഭയമുണ്ടായിരുന്നതായ ഈ ദൈത്യനെ, പ്രലംബനെ, ദൈത്യം ത്വദ്ബലഗതം അന്വമന്യഥാ ഭഗവൻ, അല്ലയോ ഭഗവൻ, അങ്ങ് ത്വദ്ബലഗതം അങ്ങയുടെ ബലത്തിൽ ചേർത്തു. ത്വൽബലം അങ്ങയുടെ ബലം, അങ്ങയുടെ സംഘം, ആ ത്വൽബലഗതം അങ്ങയുടെ സംഘത്തിൽ ചേർന്നതായിട്ട് അന്വമന്യഥ അങ്ങ് കണക്കാക്കി ചേർത്തു, അനുവദിച്ചു എന്നുള്ള അർത്ഥമാണ്. അന്വമന്യഥ അങ്ങ് അനുവദിച്ചു. ആ ദൈത്യന് അങ്ങയെക്കുറിച്ച് ഭയമുണ്ട് എന്ന് തോന്നിയപ്പോൾ, അങ്ങയുടെ ബലത്തെക്കുറിച്ച് കുറച്ച് ഭയമുണ്ടോ, ശങ്കയുണ്ടോ എന്ന് സംശയിച്ചിട്ട്, എന്നാൽ ആ ശങ്ക വേണ്ട, എൻ്റെ സംഘത്തിലായേ പോരെ, എന്നോട് യുദ്ധം ചെയ്യണ്ട, എൻ്റെ സംഘത്തിൽ തന്നെ യുദ്ധം ചെയ്താൽ മതി എന്ന് തീർച്ചയാക്കി. അപ്പോൾ എന്നിട്ട് ത്വൽബലഗതം അന്വമന്യഥ അങ്ങയുടെ ബലത്തിൽ, അങ്ങയുടെ സംഘത്തിൽ ചേർന്നതായിട്ട് അങ്ങ് അനുവദിച്ചു എന്നാണ്. അങ്ങനെയാണ് തീർച്ചയായപ്പോൾ രണ്ട് പക്ഷാക്കിയപ്പോൾ ഈ പ്രലംബാസുരനെ, അല്ലെങ്കിൽ ഗോപവേഷം കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ പ്രലംബാസുരനെ അങ്ങയുടെ പക്ഷത്തിൽ ചേർത്തിട്ട് യുദ്ധം ആരംഭിച്ചു. യുദ്ധമായിട്ടുള്ള കളി ആയിട്ടുള്ളതായിട്ടുള്ള ആ യുദ്ധം ആരംഭിച്ചു എന്നാണ്. അന്വമന്യഥ അങ്ങ് അനുവദിച്ചു. അടുത്ത ശ്ലോകം. കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീരാമാനമധത്ത പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. കൽപ്പിത വിജേതൃവഹനെ തീർച്ചയാക്കിയിരുന്നു. ആദ്യം തന്നെ ജയിച്ച ആള് തോറ്റ ആളെ എടുത്തുകൊണ്ട് നടക്കണം. കൽപ്പിക്കപ്പെട്ടതായ സങ്കല്പിക്കപ്പെട്ടതായ വിജേതൃവഹനെ, വിജേതാവിനെ വഹിക്കുക എന്നുള്ളത്, ജയിച്ച ആളെ ഏറ്റുകൊണ്ട് നടക്കണം. എത്ര ദൂരം നടക്കുക എന്നൊക്കെ കണക്കുണ്ടാവും. കൽപ്പിത വിജേതൃവഹനെ, അത് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളതായിട്ടുള്ള കൽപ്പിതമായ വിജേതാവിൻ്റെ വഹനം, വിജേതാവിനെ വഹിക്കുക എന്നുള്ളത് തീർച്ചയാക്കിയിട്ടുണ്ട്. കളി തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ നിബന്ധനകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തോറ്റ ആൾ ജയിച്ച ആളെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ളതാണ്. അത് ഇത്ര ദൂരം എടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടാണ് കളി തുടങ്ങിയത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമരത്തിൽ കൽപ്പിത വിജേതൃവഹനെ, വിജേതാവിനെ വഹിക്കുക എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായതായ ആ സമരത്തിൽ പരയൂഥകം സ്വദൈതതരം, പരയൂഥകം മറ്റേ യൂഥം കൂട്ടം, പരയൂഥകം പരന്മാരുടെ യൂഥം, അതായത് ബലഭദ്രൻ്റെ യൂഥം കൂട്ടം, ബലഭദ്രൻ്റെ സമൂഹം,
സംഘം. അതിൽ ചേർന്നതായിട്ടുള്ള സുദൈതതരം, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സ്നേഹിതൻ, ശ്രീദാമാനം, ശ്രീദാമാവ് എന്നുള്ളതായിട്ടുള്ള ഒരു സ്നേഹിതൻ ഗോപാലൻ. ആ ഗോപാലന് ഭഗവാന് സുദൈതതരം, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് ഈ ശ്രീദാമാവ്. ആ ശ്രീദാമാവ് എന്നുള്ളതായിട്ടുള്ള കൂട്ടുകാരനെ, തനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കൂട്ടുകാരനെ അയാളെ മറ്റേ പക്ഷത്തിലാണ് ചേർത്തിരുന്നത്, ബലഭദ്രൻ്റെ പക്ഷത്തിലാണ് ചേർത്തത്. എന്നിട്ട് ആ ശ്രീദാമാവ് ഭഗവാനെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. തോൽപ്പിക്കുക വെച്ചാൽ തോറ്റു കൊടുക്കുകയാണ്. എന്തായാലും തനിക്കിഷ്ടമാണ് ഇത് തോൽക്കുക എന്നുള്ളതും, തോറ്റാൽ അവരെ ഏറ്റുകൊണ്ട് പോകാനൊന്നും തനിക്കൊരു മടിയില്ല എന്നൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സ്വയം തോറ്റു കൊടുത്തു ശ്രീദാമാവിന്. എന്നിട്ട് ആ ശ്രീദാമാവിനെ ഏറ്റിക്കൊണ്ട് പരാജിത, ശ്രീദാമാവിനാൽ പരാജിതനായിട്ട് തോൽപ്പിക്കപ്പെട്ടിട്ട് ഭക്തദാസതാം പ്രഥയൻ, ഭക്തദാസതന്നെ താൻ ഭക്തന്മാരുടെ ദാസനാണ്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് എന്ന പ്രഥയൻ പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രസിദ്ധമാക്കിക്കൊണ്ട് ആ ശ്രീദാമാനം അഥത്ഥാ, ശ്രീദാമാവ് എന്നുള്ള കൂട്ടുകാരനെ, ദൈതതരനായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കൂട്ടുകാരനായ ശ്രീദാമാവിനെ അങ്ങ് അഥത്ഥാഹ ഏറ്റി നടന്നു, അങ്ങ് തോറ്റു കൊടുത്തു. ശ്രീദാമാവിന് തോറ്റു കൊടുത്തിട്ട് ആ ശ്രീദാമാവിനെ ഏറ്റിക്കൊണ്ട് നടന്നു. കൽപ്പിത വിജേതൃവഹനെ, വിജേതാവിനെ വഹിക്കുക എന്നുള്ളതായ തീരുമാനത്തോടുകൂടി തുടങ്ങിയതായ ആ സമരത്തിൽ, സമരേ പരയൂഥകം, പരന്മാരുടെ എതിർപക്ഷത്ത് ഉള്ളതായ, എതിർപക്ഷത്ത് അവരുടെ കൂട്ടത്തിൽ ഉള്ളതായ ഗം, യൂഥത്തിൽ ഉള്ളതായ, പരയൂഥത്തിൽ എതിർപക്ഷത്ത് ഉള്ളതായ സുദൈതതരം, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ശ്രീദാമാനം, ശ്രീദാമാവിനെ, ശ്രീദാമാവ് എന്ന സുഹൃത്തിനെ അഥത്ഥാഹ അങ്ങ് ഏറ്റി നടന്നു എന്നാണ്. പരാജിതനായിട്ട്, അതായത് ശ്രീദാമാവിനാൽ പരാജിതനായിട്ട് ആ ശ്രീദാമാവിനെ ഏറ്റി നടന്നു. ഭക്തദാസതാം പ്രഥയൻ, ഇപ്രകാരം ആ താൻ ഭക്തന്മാരുടെ ദാസനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അത് പ്രസിദ്ധമാക്കുവാനോ എന്ന് തോന്നുമാറ് ആ ശ്രീദാമാവിനോട് തോൽവി സമ്മതിച്ചിട്ട് ആ ശ്രീദാമാവിനെ ഏറ്റുകൊണ്ട് നടന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 3 ശ്ലോകവും ഒന്നും കൂടി ചെല്ലാം. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അറിഞ്ഞുമറിയാമട്ടിൽ ഇഷ്ടമവനോടു കാണിച്ചു ഭവാനും, ആലരികെ ചേരി തിരിച്ചാരംഭിച്ചു മുഷ്ടിയുദ്ധമതിഘോരം. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവൽക്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഗോപരനീ രണ്ടാക്കി തിരിച്ചു സംഘം ബലന്റെതിൻ്റെയുമായി, തന്നെ ഭയക്കും ദൈത്യനെ തൻ സംഘത്തിലുമാക്കി നീ ഭഗവൻ. കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനമഥത്ഥാ പരാജിതോ ഭക്തദാസതം പ്രഥയൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തോറ്റവർ വിജയിച്ചവരെ ഏറ്റിട്ടോടേണമെന്നതാം നിയമം, ശ്രീദാമാവാം സഖിയെ തോറ്റേറ്റി ഭക്തദാസ്യം നീ കാട്ടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.